അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥാപനം ശതധാര ആയുർ നികേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറെ പ്രശസ്തമായ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ്. ഒരുപാട് ചികിത്സാ രീതികൾ ഇവിടെയുണ്ട്. നമ്മുടെ ആയുസ്സിനെ എങ്ങനെ സംരക്ഷിക്കണം, ആയുർവേദം എന്തൊക്കെ ആണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്, ആരോഗ്യത്തെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം അറിയണ്ടേ? കമാൺ. ഏറെ പ്രശസ്തമായ ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ MD ഡോക്ടർ ദീപക് പി നാഥാണ് എന്നോടൊപ്പം ഉള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്നെ ആദ്യം ആകർഷിച്ചത് മനോഹരമായ ഒരു പേര്, ആയുർവേദ ആശുപത്രിക്ക് ആപ്റ്റാണത്. അതേക്കുറിച്ചൊന്ന് പറയാമോ? പിന്നെന്താ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുദക്ഷിണ പോലെ തന്നെയാണ്. കാരണം ഭാരതീയ ശാസ്ത്ര പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ എല്ലാത്തിലും തുടങ്ങുന്നത് ഒരു ഗുരുവിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ്. തീർച്ചയായിട്ടും ഗുരുവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ്. അപ്പോൾ ഋഗ്വേദത്തിലൊരു മന്ത്രം തന്നെയാണ് ശതധാര എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ശതധാരം സമക്ഷീയമാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം. അപ്പം അതിൽ നിന്ന് ഒരു ആകർഷണം തോന്നിയിട്ടാണ് ഞാൻ ആ പേരെടുക്കാൻ കാരണമായത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പഠിച്ച ഒരു ശാസ്ത്രം അതിൻ്റെ സമർപ്പിക്കുന്നത്. അതെ, അധീതി, ആചരണം, ബോധം, ആചരണം, പ്രചരണം എന്നുള്ളൊരു മട്ടിലേക്കാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പം നമ്മളെ പഠിപ്പിച്ചത് എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കി അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ശിഷ്യൻ എന്നുള്ള മട്ടിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ധർമ്മം എന്ന് പറയുന്നത്. അത് വൈദിക ധർമ്മം ആയതുകൊണ്ട് അതെ 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 അതുപോലെ തന്നെയാണ് ഒരു പറഞ്ഞ ആതുര സേവനത്തിലേക്ക് വരുമ്പോഴും നമ്മളാൽ കഴിയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മളാക്കി മാറ്റിയ കുറേ ഗുരുക്കന്മാരുണ്ട്. അത് ഒരാളല്ല, പല രീതിയിലുള്ള ഗുരുക്കന്മാരുണ്ട്. അപ്പം ആ വരുന്ന എല്ലാ ഗുരുക്കന്മാരുടെയും അനസ്യൂതമായി ഒഴുകുന്ന ഇല്ലെങ്കിൽ നൂറുകണക്കിനുള്ള ധാരകൾ എന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശതമായിട്ടുള്ള ധാരകൾ എന്ന്, അത് ജ്ഞാനസരണികളും വിജ്ഞാനസരണികളും എല്ലാമായിട്ടുള്ള ധരണികളാണ്. അത് അനസ്യൂതം ഒരു മുടക്കും കൂടാതെ ഞങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതാണ് ഒരു ഗുരുദക്ഷിണ എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ ഇതുവരെ ആക്കിയത് ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സമർപ്പണമായിട്ടാണ് അതങ്ങനെ തുടങ്ങാനുള്ള കാരണമാകുന്നത്. മറ്റൊന്ന്, ഇതിനകത്ത് ആയുർ നികേതം എന്ന് പറഞ്ഞൊരു പേരും കൂടെ ചേർത്തിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ജീവൻ മഷായിയുടെ ആ ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു വൈദ്യ വിദ്യാർത്ഥിനെ സംബന്ധിച്ച് പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. അതെ 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 അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ശതധാര ആയുർ നികേതം എന്നുള്ളൊരു മട്ടിലേക്ക് അത് എത്തിപ്പെടാൻ കാരണമായത്. അതേപോലെ തന്നെ ആ പേരിൻ്റെ പിന്നിൽ പിന്നെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് നമ്മളിവിടെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് ഊർധ്വാംഗം എന്ന് പറയുന്നത്, അതായത് ശിരസ് മുതലായ ഭാഗങ്ങളിലേക്കാണ്. അപ്പം ഒരു മനുഷ്യനെ സങ്കല്പിച്ച് ആ ഒരു ലോഗോയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു മരം തലതിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ അതെ അതെന്താണെന്ന് പലർക്കും സംശയം വരുന്ന ഒന്നാണ്. അതെ അതെ തലതിരിഞ്ഞ മരത്തിലേക്ക് എന്താണെന്ന് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഊർധ്വമൂലം അധശാഖം ഋഷയ പുരുഷം വിധു എന്ന് പറഞ്ഞിട്ട് ഒരു വേദമന്ത്രമുണ്ട്. അതായത് മനുഷ്യനെ ഇല്ലെങ്കിൽ ലോകത്തെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ എവിടോ ആണ്. ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെന്ന് പറയുന്ന അതിൻ്റെ ഇലകളും കായ്കളുമായിട്ടുള്ളതാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതെ അതെ അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിരസ് എന്ന് പറയുന്നതാണ് ശരിക്ക് അതിൻ്റെ റൂട്ട് എന്ന് പറയുക, അതിൻ്റെ വേരുകൾ അവിടെയാണ്. അപ്പം ആ ഒരു ഭാഗത്ത് അത് നമ്മൾ കുറച്ചുകൂടെ ഒരു ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ അതുപോലെ തന്നെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ശിരസിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പം ഇതിലേക്ക് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിലേക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന രോഗത്തെയും നമ്മൾ കണ്ട് അതിനുള്ള ചികിത്സകൾ കൊടുത്തു കഴിയുകയാണെങ്കിൽ അംഗോപാംഗമായിട്ടുള്ള ബാക്കി ശരീരഭാഗങ്ങളെല്ലാം പുഷ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഒരു സംരക്ഷിക്കുന്ന അതെ അതെ അപ്പം അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന ഒരു ഘടനയെ നമ്മൾ വേർതിരിച്ചെടുത്തേക്കുന്നത്. ഈ പറയുന്ന ശിരസിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പ്രധാനം അതിൽ തന്നെ കണ്ണായിക്കോട്ടെ, മൂക്കായിക്കോട്ടെ, ചെവി ആയിക്കോട്ടെ, ഇതൊക്കെ ഇരിക്കുന്നത് ശിരസിൽ തന്നെയാണ്. അപ്പോൾ ആ ശിരസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി അതിൻ്റെ മുകളിലൊരു ശംഖിരിപ്പുണ്ട്.
ആ ശംഖ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ ധാരകളായിട്ട് അതിലൂടെ വരുന്നു എന്നാണ്. നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ എന്തും ആയിക്കോട്ടെ പ്രധാനമായിട്ടുള്ളത് ശിരസിലേക്ക് തന്നെയാണ് എത്തിപ്പെടേണ്ടത്. ബാക്കിയുള്ള ചികിത്സകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ശിരസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നാണെങ്കിൽ കൃത്യമായ അസുഖങ്ങളെ മാറ്റി ഒരു പൂർണ്ണ ശരീരത്തോട് കൂടിയിട്ട് ആരോഗ്യവാനായി തീരാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ലോഗോയും ഈ ഒരു പേരും കൂടെ ചേർത്ത് നമ്മൾ ചെയ്യാൻ കാര്യമായി. ശരിക്കും താങ്കൾ ഇത്തവണ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഡോക്ടർ അല്ലായിരുന്നുവെങ്കിൽ താങ്കളുടെ വാക്കുകൾ ധാര പോലെ ഇങ്ങനെ അനുസ്യൂതം ഒഴുകുന്നു. ഒരു മികച്ച പ്രഭാഷകനാകേണ്ട ആളായിരുന്നു. അത് പാരമ്പര്യമായി പാരമ്പര്യമായിട്ട് അങ്ങനെ അച്ഛൻ അറിയപ്പെടുന്ന ആളാണ്. അതെ, അച്ഛൻ വിശ്വനാഥൻ നമ്പൂരി എന്ന് പറയും. ബസലിയസ് കോളേജിൽ സംസ്കൃതം പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പം അച്ഛൻ ഒരു വാഗ്മിയുമാണ്, അതുപോലെ തന്നെ ഗ്രന്ഥകാരനാണ്, പ്രഭാഷകനാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് സത്യമാണ്. അതെ അതെ ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ ചികിത്സകളാണ് ഡോക്ടറെ ഉള്ളത്? നമുക്കിവിടെ പ്രധാനമായിട്ട് ആയുർവേദത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഷ്ടാംഗങ്ങളോട് കൂടിയതാണ് ആയുർവേദം എന്നാണ് പറയുന്നത്. അതായത് പ്രധാന കായ ചികിത്സ എന്ന് പറയും, ജനറൽ മെഡിസിൻ ആയിട്ടുള്ളത്. ബാലചികിത്സ അതായത് പീഡിയാട്രിക് ആയിട്ടുള്ളത്. ഗ്രഹചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു കുറച്ച് സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു ഭാഗമാണ്. പിന്നെ ഊർധ്വാംഗം എന്ന് പറയും, അതാണ് ശാലക്യതന്ത്രം എന്നൊരു പേരിൽ പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒഫ്താൽമോളജി വരും, ENT വരും, പിന്നെ ദന്തൽ മുതലായ, അതായത് കഴുത്തിന് മുകളിലേക്കുള്ള എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊണ്ടിട്ട് ചെയ്യുന്നത്, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ശല്യ ചികിത്സ എന്ന് പറയും, അത് മറ്റൊന്നുമല്ല ഓർത്തോപീഡിക്സ് ആയിട്ടുള്ളതായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു വൂണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എനോറക്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ശല്യതന്ത്രം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഭാഗത്തെയും, അതുപോലെ തന്നെ ദംഷ്ട്ര എന്ന് പറയുന്ന വിഷചികിത്സയുടെ ഭാഗമായിട്ടുള്ള കാര്യത്തെയും, രസായന വാജീകരണം എന്ന് പറയുന്നത് റിജുവിനേഷന് വേണ്ടി ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അഷ്ടാംഗം എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മളിവിടെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ സെക്ഷനായിട്ടാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കായ ചികിത്സ, ജനറൽ മെഡിസിൻ ഉണ്ട്, അതുപോലെ തന്നെ ഊർധ്വാംഗം, ശാലക്യതന്ത്രം എന്ന് പറയും, ഒഫ്താൽമോളജി, ENT അതിൻ്റെ കാര്യങ്ങൾ, അത് ആ ഏരിയയിലുണ്ട്. പിന്നെ ശല്യതന്ത്രം എന്ന് പറയുന്നത് എനോറക്ടൽ കേസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർത്തോപീഡിക്സ് ആയിക്കോട്ടെ, അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ അതുണ്ടാവും. പിന്നെ ഗൈനക്കോളജിയുടെ പ്രസൂതിതന്ത്രം എന്ന് പറയുന്നൊരു ഭാഗം അതിൻ്റേതായിട്ടുള്ളതുണ്ട്. പിന്നെ രസായനവാജീകരണം ഇതിനോട് ഉൾപ്പെടുത്തി തന്നെ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇതിലുപരിയായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രസവരക്ഷ ഒരു പ്രധാന ഭാഗമായിട്ട് എടുത്ത് തന്നെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. OP ടൈം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8:30 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ 9:30 to 1:30 ജനറൽ ഫസ്റ്റ് ഷിഫ്റ്റ്. അതെ. പിന്നെ 2:30 തൊട്ട് 5:30, 6:30 വരെ സെക്കൻഡ് ഷിഫ്റ്റ്. ഇതിൽ ഈ 2 ടൈമുകൾ നമ്മൾ പ്രധാനമായിട്ട് ജനറൽ OP എന്നുള്ള മട്ടിലാണ് വെക്കുന്നത്. ഈവനിങ് ടൈമുകൾ, അതായത് 5 മണിക്ക് ശേഷം ഒരു 8 മണി വരെയുള്ള സമയത്താണ് സ്പെഷ്യാലിറ്റി OPകൾ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സേവനം ആവശ്യമുള്ളവർ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മുടെ കോൺടാക്ട് നമ്പറുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ രണ്ടിലും നമ്മൾ എപ്പോഴും അവൈലബിൾ ആണ്. കോൺടാക്ട് നമ്പറിൽ സാധാരണ ഈ ഇങ്ങനത്തെ കേസുകൾക്ക്, അതായത് സ്പെഷ്യാലിറ്റി കേസുകൾ വേണമെന്നാണെങ്കിൽ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? കുമാരനെല്ലൂർ, കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ദേവീക്ഷേത്രം, അത് എല്ലാവർക്കും അറിയപ്പെടുന്നതാണ്. ആ ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്, സ്കൂളിനോട് ചേർന്ന് ഇവിടെ മുമ്പിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും നമ്മളിതൊരു ധൃതി പിടിച്ച ജീവിതത്തിൽ, ഫാസ്റ്റ് ജീവിതമാണ് നയിക്കുന്നത് എല്ലാവരും. അപ്പോൾ അതിൽ നമ്മൾ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ആയുർവേദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനമായിട്ട് ആയുർവേദത്തിന് ഊന്നൽ കൊടുക്കുന്ന 2 ഭാഗങ്ങളുണ്ട്. അതായത് സ്വസ്ഥൻ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആളുടെ സ്വാസ്ഥ്യരക്ഷണം എന്ന് പറയുന്നതും, മറ്റൊരു ഭാഗമാണ് ആതുരൻ അല്ലെങ്കിൽ രോഗി ആയി വരുന്ന ആൾക്ക് വികാരപ്രശമനം, എന്താണോ അസുഖം അതിനുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളത്. ഇത് രണ്ടുമാണ് ആയുർവേദത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിന് നമ്മളിവിടെ ഊന്നൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആതുരനെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഏത് വിഭാഗത്തിലാണ് അവർക്ക് ചികിത്സ വേണ്ടത്, അവരുടെ കൃത്യമായിട്ടുള്ള രോഗം നിർണ്ണയിച്ച് അതിന് തക്കതായിട്ടുള്ള ചികിത്സകളോട് തന്നെ, പഞ്ചകർമ്മ ചികിത്സകളോട് കൂടി തന്നെയാണ് ചികിത്സാ വിധാനങ്ങൾ മുഴുവനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ തിരക്കേറിയ ജീവിതം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ആൾക്കാർ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഇപ്പോഴത്തെ കാലത്തോട് അനുസൃതമായിട്ട് എങ്ങനെ അതിനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ അതിൻ്റെ തെറാപ്പിസ്റ്റുകൾ നമ്മളത് ആ രീതിയിൽ നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കൊടുക്കുന്നു. ഉണ്ട്, 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് സ്വസ്ഥൻ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് എന്ത് വേണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും തോന്നും നമുക്ക് അസുഖങ്ങളിൽ എന്തിനും നമ്മൾ ഡോക്ടറെ കാണണം, എന്തിന് ആശുപത്രി പോകണം എന്നുള്ളൊരു സംഭവം വരും. അതിനായിട്ടാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും. അവയിലേക്ക് നമ്മളൊരു ബോധവൽക്കരണമായിട്ട് ഈ സ്വാസ്ഥ്യരക്ഷണം എന്താണെന്നുള്ളത്, അതായത് ഒരു മനുഷ്യൻ എണീക്കുമ്പോൾ മുതൽ അവന് ശീലിക്കേണ്ടതായിട്ടുള്ള ചര്യകളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ദിനചര്യകളായിട്ടും
ഓരോരോ സീസൺ വൈസ് ഋതുചര്യകളായിട്ടും വരുന്നതുകൊണ്ട് അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ഇതാണ് യോഗ എന്ന് പറയുന്നത്. അതും കൂടെ കൂടി യോഗ ശീലമാക്കണം. അതെ അതെ അതെ. നമ്മളിവിടെ യോഗ തെറാപ്യൂട്ടിക് യോഗയായിട്ടാണ് കൊടുക്കുന്നത്. ജനറലി യോഗയുണ്ട് എന്നിരുന്നാൽ പോലും പ്രധാനമായിട്ടും ഓരോ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള യോഗയുടെ ക്ലാസ്സും കൂടെ ചേർത്താണ് നമ്മൾ കൊടുത്തു പോകുന്നത്. അപ്പം ഈ ഒരു ഭാഗം കൂടെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ 2 രീതിയിലുള്ള ആൾക്കാരെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. അപ്പം അവരിലേക്ക് കുറച്ചുകൂടെ എത്താൻ വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള ക്യാമ്പുകളിൽ കണ്ടക്ട് ചെയ്ത് നമ്മൾ അവരിലേക്ക് എത്തി ബോധവൽക്കരണമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്തു പോകുന്നുണ്ട്. ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളെന്ന രീതിയിൽ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ തലമുറ എത്രത്തോളം ആയുർവേദത്തെ ഉൾക്കൊള്ളുന്നുണ്ട്? അത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതെ അതെ അതെ. കാരണം ഒരു അധ്യാപകൻ എന്നുള്ളൊരു മട്ടിലും നമ്മളും ഫേസ് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ വിദ്യാർത്ഥി സമൂഹത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന അതെ അതെ അതെ. അപ്പം അതിനകത്ത് ആയുർവേദം എന്ന് പറയുന്നത് ശാസ്ത്രം അത് ഒരു തനതായ ഒന്നാണ്. അതിനൊരു കാമ്പുണ്ട്. അതിനെ കൃത്യമായി അതായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി. അതെ അതെ അതെ. ഇല്ലെങ്കിൽ അത് ഇത്രത്തോളം വളരില്ല. എപ്പോഴേ വേണമെങ്കിലും അത് നശിച്ചു പോകും. അതിന് പലതരത്തിലുള്ള കോട്ടങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ആയുർവേദം എന്ന് പറയുന്നത് അതൊരിക്കലും നശിക്കില്ല. അത് കൃത്യമായി അങ്ങനെ അവരിലേക്ക് എത്തിക്കണം. പിന്നെ അവർക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും, നമുക്ക് ചുറ്റും നിൽക്കുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും. പക്ഷേ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ഒരു ശാസ്ത്രത്തെ നിങ്ങളായിട്ട് എടുത്തതല്ല, ഇത് നിങ്ങളെ ആവശ്യപ്പെട്ടെടുത്തതാണ്. ആ ഒരു തത്വത്തിൽ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. കാരണം ഇല്ലെങ്കിൽ മറ്റെന്ത് കോഴ്സുകൾ ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ പോകായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇതിനെ വെറുക്കരുത്. കാരണം നമുക്ക് നമ്മളായിട്ട് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ള മട്ടിലാണ് നമ്മളിതിനെ കാണുന്നത്. വലിയ സേവനമാണ് നമ്മൾ ചെയ്യുന്നത്. അതെ അതെ. അപ്പം അതിൽ നമ്മുടേതായിട്ടുള്ള ചിന്തകൾ വരണം, നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികൾ വരണം. അതായത് ഒരിക്കലും ഒന്നിനെയും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കില്ല. ഇതിന് നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ അതിനകത്ത് കൊണ്ടുവരിക. അത് മറ്റൊരാൾക്കും സാധിക്കില്ല. നമ്മൾ തന്നെ വായനകളിലൂടെ നമ്മുടെ തന്നെ പ്രവൃത്തിയിലൂടെ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു ഉന്നമനം എന്നതിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ന മട്ടിൽ ഞാനും ആഗ്രഹിക്കുന്നത്. എന്തായാലും ആയുർവേദത്തെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് താങ്കൾ സംസാരിച്ചു. അറിവ് അഗ്നിയാണ് എന്ന് പറയുന്നത് പോലെ ആയുർവേദത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ ശൈലി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടുത്തെ ചികിത്സാ രീതിയും ആ വാക്കുകളുടെ ഗാംഭീര്യം പോലെ മികവുറ്റതാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമുമായി ഞാനിവിടെ വന്നത്. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ളവർ, അദ്ദേഹത്തിൻ്റെ സഹ ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ളവർ ഈ സ്ഥാപനത്തിലേക്ക് തീർച്ചയായും എത്തണം എന്ന പ്രതീക്ഷയോടെ എൻ്റയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിജോയ് പറവൂരിനൊപ്പം പ്രിയപ്പെട്ട ഡോക്ടറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.